ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂമുറ്റൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ഇതായി വീണ്ടും എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണോ പൂമുറ്റൻ ചാനൽ കാണുന്നത്? നമ്മളൊരു ഗാർഡനിങ് ചാനലാണ് കേട്ടോ. ചെടികളും പൂക്കളും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ ദിവസവും ഒന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഒരു രാവിലെ നല്ല സന്തോഷമായി മാറുന്നത്. ഒരു കുഞ്ഞ് മാറ്റം പോലും ചെടികളുടെ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ പൂമുറ്റൻ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയുടെ അവസാനം വരെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇന്ന് നമ്മൾ അഗ്ലോനിമയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. അഗ്ലോനിമയ്ക്ക് മെയിനായിട്ടും വരുന്ന കുറച്ച് രോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇല മഞ്ഞയായി പോകുന്നത്, ഇതെല്ലാം എന്നോട് ആളുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലൈ ആണ് കേട്ടോ. ഇല മഞ്ഞയായി പോകുന്നു എന്ന് പറയേണ്ടത് എന്തുകൊണ്ടാണെന്നാണ് ആദ്യമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നത്. ഇല മഞ്ഞയാവുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മളൊരു തുടക്കക്കാരാണ്, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പെർഫെക്റ്റാണ്, ഇത് ഉറപ്പായിട്ടും സൂപ്പറാണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവേ. പിന്നെ ആദ്യമായിട്ട് കണ്ട് പിന്നെ മറന്നുപോയെങ്കിൽ നമ്മുടെ പൂമുറ്റൻ ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. പൂമുറ്റൻ ചാനൽ എന്ന് പറഞ്ഞ് നമ്മുടെ ഒറ്റ ചാനലേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് വേഗം തന്നെ ചാനൽ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? അപ്പോൾ ഇല മഞ്ഞയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നത്. അത് 3 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം കൂടിയിട്ട് റൂട്ട് വന്നിട്ട് ആണ് ഈ ഇല മഞ്ഞയായി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പോട്ടി മിക്സിൻ്റെ പാളിച്ച തന്നെയാണ് അത് മെയിൻ കാരണം ഡ്രൈനേജ് ക്ലിയർ അല്ല, വെള്ളം ഇറങ്ങി പോകാത്തൊരു പോട്ടി മിക്സാണ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ലൂസായ പോട്ടി മിക്സ് എടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ചരൽ കൂടെ മണ്ണോ ഉമി ഉണ്ടെങ്കിൽ ഉമി ഇടുക, പിന്നെ മണലുണ്ടെങ്കിൽ മണലിടുക, പിന്നെ കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഓർഗാനിക് വളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോവും. പ്രത്യേകിച്ചും ഉമി പോട്ടി മിക്സിൽ ആഡ് ചെയ്താൽ വളരെ ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോവും, കാരണം വായുസഞ്ചാരം കൂടും പോട്ടി മിക്സിൽ. അപ്പോൾ വേരുകൾ വ്യാപിച്ച് വളരാനും പെട്ടെന്ന് ക്ലിയർ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉമിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. പാക്കറ്റ് 30 രൂപയാണ് ഉമിയുടെ വില വരുന്നത്. മിനിമം CCയിൽ 7 പാക്കറ്റാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ലൊരു ഡ്രൈനേജ് ഒക്കെ ക്ലിയർ ആവുന്ന പോട്ടി മിക്സ് എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇല മഞ്ഞയാവുന്നതിനുള്ള മെയിൻ കാരണം ഈ വെള്ളം കുറവാണ്. അപ്പം നിങ്ങൾ 1-2 ആഴ്ചത്തേക്ക് വെള്ളം നനയ്ക്കാതെ മണ്ണിങ്ങനെ ഡ്രൈ ആയി അങ്ങനെ പെട്ടുപോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ ഉള്ളവരാണ്, എപ്പോഴും നനയ്ക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോട്ടി മിക്സിൽ നമ്മുടെ ചകിരിച്ചോറിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. പിന്നെ ഈ 2 പ്രശ്നമല്ലാതെ മൂന്നാമതായിട്ടുള്ള മെയിൻ പ്രശ്നം ഫംഗസിൻ്റെ പ്രശ്നമാണ്. ഫംഗസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇല മഞ്ഞയായി പോകുന്നത്. അപ്പോൾ കൃത്യമായി ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. സാഫോ അല്ലെങ്കിൽ കോണ്ടഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ തൊട്ടടുത്തൊന്നും കിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇല മഞ്ഞയാവുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എന്നോട് പ്രധാനമായിട്ടും ചോദിച്ചൊരു കാര്യമാണ് അഗ്ലോനിമ ചെടികളുടെ ഇലപ്പേൻ പ്രശ്നങ്ങൾ, ആഫിഡ്സ്, സ്പൈഡർ പോലെയുള്ള രോഗങ്ങൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് അത് കീടങ്ങളുടെ ആക്രമണത്തിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, കീടങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് നീം ഓയിലാണ്. നീം ഓയിൽ അല്ലാതെ ബിഗ് ബോസും എഫക്റ്റീവാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഞാനൊക്കെ ബിഗ് ബോസ് ആണ് ഉപയോഗിക്കുന്നത്. നീം ഓയിൽ അത്ര തന്നെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ വളം ഡിപ്പോ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പക്ഷെ ഞാനത് പെറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് കെമിക്കലൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഇലകൾ ഇത്രയും പച്ചപ്പ് നല്ല ഭംഗിയിൽ വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വേറൊരു പ്രശ്നമാണ്, ഇലകളിലൊക്കെ കറുപ്പ കുത്ത് വരിക, ഈ തണ്ടുകളിലൊക്കെ കളർ ചേഞ്ച് വരിക, ഇലകളിലൊക്കെ ഒരു ഭംഗിയില്ല, ഷൈനിങ് ലീഫല്ല എന്നൊക്കെ. അപ്പോൾ അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഷൈനിങ് ലീഫാവാൻ നമ്മൾ ന്യൂട്രീഷൻസ്, ഇപ്പോൾ നമ്മുടെ വിറ്റാമിൻ കുറവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുപോലത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ NPKയോ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മിറാക്കിൾ ഗ്രോ പോലുള്ള പ്രോഡക്ട്സോ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതില്ലേ നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എപ്സം സോൾട്ടോ പോലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലകളുടെ ഒരു ഷൈനിങ്ങിന് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കേണ്ട, ഈ അഗ്ലോനിമയുടെ ഇലകളുടെ സൈഡിലൂടെയൊക്കെ ബ്രൗൺ നിറമായി പോകുന്നു എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അധിക സൂര്യപ്രകാശമാണ് കേട്ടോ. സൂര്യപ്രകാശം കുറച്ച് മതി. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് അഗ്ലോനിമയ്ക്ക് വേണ്ടത്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ മാത്രമാണ് ചെടി സൂപ്പറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു
വെയിലധികം കൊള്ളാത്ത ഒരു നല്ലൊരു സ്ഥലത്ത് ചെടി പ്ലേസ് ചെയ്താൽ ആ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. പിന്നെ നല്ലൊരു ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആയിട്ടുള്ള ലൂസ് പോട്ടി മിക്സ്, ഉമ്മി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ ഷൂട്ട്സ് പെട്ടെന്ന് വരും. ഷൂട്ട്സ് പെട്ടെന്ന് വരാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മിയൊക്കെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ആകുമ്പോൾ പെട്ടെന്ന് പുതിയ വേരുകളും ഷൂട്ട്സും ഒക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5-6 കാര്യങ്ങളാണ് ആളുകൾ പ്രധാനമായിട്ട് ചോദിച്ചിരുന്നത്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളുമാണ് കേട്ടോ വീഡിയോയിൽ പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നഴ്സറിയിൽ പോയിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഉപകാരപ്രദമായി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ. പിന്നെ വരാവേ, ശരി.